മക്കളെ എല്ലാവരും ചോറൊക്കെ കഴിച്ചല്ലോ. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഓണമൊക്കെ ഒരുങ്ങിയോ? ഞാനിന്ന് ഒരു ചെറിയ കറിനാരങ്ങ, വടുകപ്പുളി എന്നൊക്കെ പറയുമല്ലോ, നമ്മളുടെ കറിനാരങ്ങ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി വാങ്ങിച്ച് മാങ്ങ വെക്കുന്നില്ല മക്കളെ, അസിഡിറ്റി ഒക്കെ ഉള്ളൂ. ഇവിടെ ആരും അങ്ങനെ അച്ചാറങ്ങനെ കൂട്ടാറില്ല. പിന്നെ മക്കളെ ഭയങ്കര സന്തോഷം മക്കളെ, എല്ലാവരുടെയും ഭയങ്കര സന്തോഷം അറിയിക്കുന്ന അമ്മയുടെ വീഡിയോ കാണാൻ നമുക്ക് നല്ല സപ്പോർട്ട് വരുന്ന മക്കളാണ് എല്ലാവരും. എല്ലാവരുടെയും കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു പോയി ചില സമയത്ത്. പിന്നെ ഒരു മോള് പറഞ്ഞ അമ്മ അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നു, മോളെ ക്ഷീണമുണ്ട് എനിക്ക്, കാരണം എൻ്റെ മുഖത്താണ് ക്ഷീണം അറിയുന്നത്. ഭക്ഷണം ഈ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഈ ചോറേ ഉള്ളൂ. വൈകിട്ട് ഒരു ചായ കുടിക്കും, രാത്രി അങ്ങനെ ഒന്നും കഴിക്കാറില്ല, എന്തെങ്കിലും ഒന്നും കഴിക്കത്തേ ഉള്ളൂ. ഷുഗർ കൂടുതലാണ്, അതിലുപരി അസിഡിറ്റിയാണ്, എരിവും പുളി അങ്ങനെ നല്ല വായിക്ക് രുചിയുള്ള ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് ഭക്ഷണത്തിൻ്റെ കുറവ് തന്നെയാണ് എനിക്ക് ക്ഷീണം കേട്ടോ മക്കളെ. പിന്നെ ഞാൻ വലിച്ചു വാരിയൊന്നും അങ്ങനെ കഴിക്കാറില്ല, കുഞ്ഞിലെ ഇഷ്ടം പോലൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പം കുറച്ചെന്തെങ്കിലും കഴിക്കുമ്പോഴേ അങ്ങ് നിറയും അസിഡിറ്റി ഒക്കെ ഉള്ളത്. അപ്പം നല്ല നല്ല കമൻറ്റ് ഇട്ട് എന്നെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ മക്കൾക്ക് വളരെ നന്ദിയുണ്ട് കേട്ടോ മക്കളെ. എനിക്ക് ഇതിലൂടെ പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഉള്ള നല്ല നല്ല ഒത്തിരി മക്കൾ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ഒറ്റ മോളുള്ള, പക്ഷേ എനിക്ക് ഒത്തിരി മക്കളുണ്ട്. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്, ഭയങ്കര സന്തോഷവതിയാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതാ മക്കൾ, എനിക്ക് വിശപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ ക്ഷീണം. വിശപ്പുണ്ട്, നമ്മൾ അധികം ഭക്ഷണം കഴിക്കത്തില്ല, പിന്നെ ഏത്തക്ക പച്ചേത്തക്ക ഒഴുങ്ങിയൊക്കെ ആയി രാത്രി കഴിക്കുന്നു. പിന്നെ ക്ഷീണമുണ്ട് മക്കളെ. അതുകൊണ്ട് എല്ലാവരുടെയും സന്തോഷം കേട്ടോ, അതിയായ സന്തോഷം അറിയിക്കുന്നു. പിന്നെ അഡ്വാൻസ് ഒക്കെ എല്ലാവർക്കും നല്ലൊരു ഓണവും ആശംസിക്കുന്നു. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോകട്ടോ. അപ്പോഴേ മക്കളെ ഇന്നൊരു രസം പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കി, ഒരു വായിക്ക് രുചിക്ക് വേണ്ടി ഒരു രസം ഉണ്ടാക്കി. പിന്നെ നമ്മുടെ പാവയ്ക്ക പറ്റിച്ചതാണ് കേട്ടോ, ഉപ്പി പറ്റിച്ചതാണ്. അത് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പോൾ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞരടി, ഈ പച്ചമുളകൊക്കെ ഞരടി കഴിയും. പച്ചമുളകൊക്കെ എരിവാണ്, എങ്കിലും ഒരെണ്ണമൊക്കെ എടുത്ത് ഞരടി ഞാൻ. പിന്നെ അവിയലേ മക്കളെ, സ്ഥിരം അവിയലില്ലാതെ പറ്റത്തില്ല കേട്ടോ, കാരണം ചോറ് കുറച്ചല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഒരു ശകലം അവിയൽ. ഇന്നലത്തെ മീനുണ്ട് മക്കളെ, എനിക്ക് വേണ്ട, ഞാൻ എടുക്കുന്നില്ല. ഇന്നലത്തെ കോരമീനാണ്, നല്ലതാണ്. പിന്നെ ഒരു മുട്ട ചിക്കി എടുത്ത് കേട്ടോ. ഇത് നമ്മൾ മുട്ടയൊക്കെ ചിക്കുമ്പോൾ ഫ്രൈ പാൻ തന്നെ നല്ല, ഫ്രൈ പാനിൻ്റെ സ്റ്റിക്കൊക്കെ ഇളകിപ്പോയാൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ സ്റ്റിക്ക് ഇളകാത്ത ഫ്രൈ പാൻ നല്ലതാണ് ഈ മുട്ട ചിക്കണത്. ഇത് ഞാൻ ചീനിച്ചട്ടിയിലിട്ട് ചിക്കിയതായപ്പോൾ കുറേ ചീനിച്ചട്ടിക്കകത്തൊക്കെ പിടിച്ചു പോയി. അപ്പോൾ ബാക്കി കിട്ടിയത് ഒരു മുട്ടയാണ്, നല്ലതാണ് കേട്ടോ. കഴിക്കട്ടോ കേട്ടോ, ആ രസം ഒഴിച്ച്. കഴിക്കട്ടോ.